ടി ജി, നമ്മൾ സംസാരിക്കാനിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ സംവാദം ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി ഗവൺമെൻറ് വളരെ ആസൂത്രിതമായിട്ട് കലയെക്കൂട്ടി പ്ലാൻ ചെയ്ത് ഏറ്റെടുത്ത രാഷ്ട്രീയ പരിപാടികളിൽ ഒന്നാണിത്. കൃത്യമായ രാഷ്ട്രീയ നയപരിപാടികളുടെ ഭാഗമാണ്. രാമക്ഷേത്രം പോലെ ഒരു പരിപാടി, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പോലെ ഉള്ളൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. അപ്പോൾ അതിൽ ഇത് വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം ലോക്സഭയിൽ ഇന്ന് പ്രധാനമന്ത്രി തന്നെ ആ ചർച്ച തുടങ്ങി വെക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ 10 മണിക്കൂറാണ് ചർച്ച ലോക്സഭയിൽ നടക്കുന്നത്. ഇന്നത്തെ ദിവസം മുഴുവനും അതിനുവേണ്ടി നീക്കി വെക്കുകയാണ്. 10 മണിക്കൂറിൽ BJPയുടെ ഷെഡ്യൂൾ അനുസരിച്ച് 3 മണിക്കൂർ അവർക്ക്, 3 മണിക്കൂർ ആണ് BJPക്കുള്ളൂ. മറ്റെല്ലാ കക്ഷികൾക്കും ആവശ്യം പോലെ സമയം കൊടുത്ത് എല്ലാവർക്കും ഇടപെടാൻ. രാംനാഥ് സിംഗ് എനിക്ക് തോന്നുന്നു സെഷനിലാണെന്ന് തോന്നുന്നു പങ്കെടുക്കുന്നത്. പ്രതിരോധ മന്ത്രി തീർച്ചയായിട്ടും ഒരു വലിയ ദേശഭക്തി ഗാനത്തിൻ്റെ വാർഷികം എന്ന രീതിയിൽ. നാളെ ഇത്രയും സമയം രാജ്യസഭയിലുണ്ട്. അവിടെ അമിത്ഷാജിയാണ് തുടങ്ങി വെക്കുന്നത്, ആഭ്യന്തരമന്ത്രിയാണ് തുടങ്ങി വെക്കുന്നത്. അപ്പോൾ അവിടെയും ചർച്ച നടക്കുന്നു. 2 ദിവസം ഈ പാർലമെൻറ്റിൻ്റെ സെഷൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ദിവസം വളരെ പ്രധാനപ്പെട്ട ഈ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. 150-ാം വാർഷികം എന്ന് കണക്കാക്കുന്നത് 1875 കണക്ക്. അത് ടി ജിക്ക് അറിയാമായിരിക്കും, ടി ജി അത് പറയണം. എനിക്ക് തോന്നുന്നു ആ നോവൽ ആനന്ദമഠം വരുന്നത് 882-ലാണ്. 875-ലാണോ ഈ പാട്ട് പാടി തുടങ്ങിയത് എനിക്കറിഞ്ഞൂടാ. എന്തായാലും 1875 കണക്കാക്കിയാണ് ഇവർ ഈ 150 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വന്ദേ മാതരം നരേന്ദ്രമോദി ഭരണകൂടത്തിൻ്റെ ആഘോഷപൂർവ്വമുള്ള ഒരു ദേശീയ പദ്ധതിയായി ഇന്ത്യൻ പാർലമെൻറ്റ് കൊണ്ടാടുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? സാർ, ഇതേ ഈ വലിയ വർത്തമാനങ്ങൾ പാരാഫെർണേലിയൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഒരു ഭാരതത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, ഭാരതത്തിൻ്റെ ബേസിക് സിവിലൈസേഷൻ, അതിൻ്റെ കോർ എന്താണ്, ഈ അന്വേഷണമാണ് നടക്കുന്നത്. ഈ ഒരു കോൺഗ്രസ് ആൻഡ് അതേഴ്സ് അവർ പോകെ അത് മഹാത്മാഗാന്ധി തുടങ്ങി വെച്ചതാണ്. ഖേദപൂർവ്വമാണ് ഞാനിത് പറയുന്നത്. ബട്ട് ഈ വന്ദേ മാതര വിവാദം തുടങ്ങി വെച്ചത് മഹാത്മാഗാന്ധിയാണ്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം തുടങ്ങുന്നത് വന്ദേ മാതരം ചൊല്ലിക്കൊണ്ടാണ്. 1923 അലി സഹോദരന്മാരുണ്ടല്ലോ, ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി. ആ അലി സഹോദരന്മാരിൽ ഒരാൾ ഈ വന്ദേ മാതരം ചൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് തുടക്കമല്ലേ? സമ്മേളനം തുടങ്ങി. അന്ന് ഇത് ചൊല്ലുന്നത് വലിയ ഗായകനായ വിഷ്ണു ദിഗംബർ പാലുസ്കർ, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഉസ്താദായിരുന്നു അദ്ദേഹം. അസാമാന്യ പൊക്കവും കാവിയൊക്കെ പതിച്ച് ഇങ്ങനെയുള്ള ഒരു വിചിത്ര രൂപമായിരുന്നു പുള്ളി. ഭയങ്കര കമാൻഡിങ് ആയിരുന്നു. നന്നായിട്ട് പാടും, നല്ല സംഗീതജ്ഞനുമാണ്. കേട്ട് പാടുന്ന സിനിമാ പാട്ടുകാരെ പോലെയല്ല. ദേവരാജൻ പാടി കേൾപ്പിച്ചു, ജയചന്ദ്രൻ അത് പാടി, ഇങ്ങനെയല്ല. ഒറിജിനൽ പാട്ടുകാരനാണ് വിഷ്ണു ദിഗംബർ പാലുസ്കർ. അപ്പോൾ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലും വന്നിരുന്നു. സംഗീതജ്ഞന്മാരെ മുഴുവൻ ദേശീയധാരയിൽ കൊണ്ടുവന്നിട്ട് സ്വാതന്ത്ര്യ സമരമായിട്ട് കൂട്ടിക്കെട്ടാനായിട്ട് വടക്ക് നിന്ന് വിഷ്ണു ദിഗംബർ പാലുസ്കർ വേറെ കുറേ സംഗീതജ്ഞന്മാരുമായിട്ട് തെക്ക് വന്നിട്ട് തിരുവയ്യാറിൽ, തഞ്ചാവൂരിലൊക്കെ താമസിച്ച് ഇവിടെയുള്ള കർണാടക സംഗീതജ്ഞന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി. അങ്ങനത്തെ വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു വിഷ്ണു ദിഗംബർ പാലുസ്കർ. അപ്പോൾ പാലുസ്കർ ഇത് ചൊല്ലാനായിട്ട് പതിവ് പോലെ, അതൊരു പ്രത്യേക സംഗതിയൊന്നുമല്ല. യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്നു, എല്ലാവരും എണീറ്റ് നിൽക്കുന്നു, ഇങ്ങനത്തെ ഒരു ചടങ്ങുമില്ല. ഇതുപോലെ എല്ലാവരും എടുത്തു നിന്നു. ഇദ്ദേഹം വന്ന് ഇത് പാടാൻ തുടങ്ങിയപ്പോഴാണ് അലി സഹോദരന്മാർ ഇത് എതിർത്തത്. ഇത് പാടാൻ പറ്റില്ല. ഗാന്ധി അലി സഹോദരന്മാരുടെ കൂടെ നിന്നു, അത് പാടണ്ടെന്ന് പറഞ്ഞു, വിലക്കി. വിഷ്ണു ദിഗംബർ പാലുസ്കർ മാത്രമല്ല, 99% കോൺഗ്രസ്സുകാരും ഞെട്ടിപ്പോയി ഗാന്ധിജി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. കാരണം കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഒരു ദേശഭക്തി ഗാനം ചൊല്ലാൻ പാടില്ല എന്ന് മഹാത്മാഗാന്ധി പറയുന്നു. ഇതിൽ പരം ഒരു വൈപരീത്യം അലി ബ്രദേഴ്സ് ചൂണ്ടിക്കാണിച്ച അത് ഇതാണ് വന്ദേ മാതരം എന്നുള്ള വാക്ക്. വന്ദേ മാതരം അതാണ് വാക്ക് തന്നെ. അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും വന്ദിക്കില്ല. ഇതാണ്
ബേസിക് ഇസ്ലാമിൻ്റെ പ്രിൻസിപ്പിളാണ് അവർ പറഞ്ഞത്. ഉം. ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾ ഈ അമ്മയെ വന്ദിക്കുക ഇതൊന്നും പറ്റില്ല. അമ്മയോട് ബഹുമാനമൊക്കെ ഉണ്ട്. ബട്ട് വന്ദനം എന്ന് പറയുന്ന പ്രാർത്ഥന ആരാധനയാണ്. അത് അല്ലാഹുവിൻ്റെ നേർക്ക് മാത്രം. അതുകൊണ്ട് വന്ദേ മാതരം ചൊല്ലാൻ പറ്റില്ല. അപ്പോൾ അവർ രണ്ടുപേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ ആരും ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് മഹാത്മാഗാന്ധി അവരുടെ കൂടെ ചേർന്നു. കാരണം മഹാത്മാഗാന്ധിക്ക് അന്ന് ഈ ഖിലാഫത്ത് അജിറ്റേഷൻ്റെ സപ്പോർട്ട് വേണമായിരുന്നു. 1923 ഈ 23 കാലം. 1920 മുതൽ ഗാന്ധിജി ഖിലാഫത്തിൻ്റെ പിന്നാലെ 21 മലബാറിൽ മാപ്പിളലഹളം നടന്നിട്ട് പോലും ഖിലാഫത്തിനെ ഉപേക്ഷിക്കാൻ മഹാത്മാഗാന്ധി തയ്യാറായില്ല. പിന്നെ ഖിലാഫത്തില്ലാതെ പോയി, കാരണം തുർക്കിയിൽ അതില്ലാതെ പോയി. അവരത് വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ അതാതുർക്ക് അധികാരത്തിൽ വന്നു. ഖിലാഫത്തും മണ്ണാങ്കട്ടയൊന്നും വേണ്ടെന്ന് തുർക്കിക്കാർ തീരുമാനിച്ചു. പക്ഷേ ഇവിടെ അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘം, ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ തീർന്നിരുന്നില്ല. ഒരു തള്ള് നമ്മളങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ തള്ളിൻ്റെ കാരണം ഇല്ലാതെ പോയാലും നമ്മളറിയാതെ കുറേ ദൂരം മുന്നോട്ട് പോകുമല്ലോ. ഈ അവസ്ഥ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് മഹാത്മാഗാന്ധി കണ്ടിട്ട് ഈ വന്ദേ മാതരം വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ഇത് ഉയർന്നു വരുന്നത് അന്ന് അലി സഹോദരന്മാർ ഉയർത്തിവിട്ടതും മഹാത്മാഗാന്ധി പിന്തുണച്ചതുമായ ആശയം ഇപ്പോഴും നിലനിൽക്കണോ വേണ്ടയോ എന്ന്. ഇപ്പോഴും കോൺഗ്രസ് അതിൻ്റെ കൂടെ. പിന്നീട് പാർലമെൻറ്റിൽ വന്ദേ മാതരത്തെ ചൊല്ലി ബഹളമുണ്ടായി. നമ്മൾ സുലൈമാൻ സേട്ടു ഒക്കെ ഉള്ള കാലത്ത്, എനിക്ക് തോന്നുന്നു വാജ്പേയിയുടെ കാലത്താണെന്ന് തോന്നുന്നു, ആദ്യം 13 ദിവസം വാജ്പേയി അധികാരത്തിൽ വന്നു. പിന്നെ 18 മാസം വന്നു. ഇങ്ങനെയൊക്കെയുള്ള പീരീഡിൽ അന്ന് ഈ പറഞ്ഞ പോലെ സുലൈമാൻ സേട്ട് അന്ന് അദ്ദേഹം ഇവിടുന്ന് MP ആയി പോകുന്ന കാലം. ഈ മുസ്ലിം ലീഗിന് കേരളത്തിന് പുറത്തു നിന്നായിരുന്നല്ലേ എപ്പോഴും 2 MP, ബനാത്തു അലയും സുലൈമാൻ സേട്ടും. അപ്പോൾ MP കാര്യം വന്നു കഴിയുമ്പോൾ മലയാളിക്ക് സ്ഥാനമില്ല. ആ 2 പേരെയാണ് ജയിപ്പിച്ചു വിടുന്നത്. അതൊരു തന്ത്രവും കൂടെയായിരുന്നു. എന്ത് വാങ്ങിക്കോട്ടെ, സുലൈമാൻ സേട്ട് ഇത് സമ്മതിച്ചില്ല. പാർലമെൻറ്റിൽ വൻ ബഹളം വെച്ചു. വന്ദേ മാതരം ചൊല്ലാൻ സമ്മതിച്ചില്ല. അങ്ങനെ ആകെ കൂടെ ഫൈനലി അത് സെറ്റിലായത് വന്ദേ മാതരത്തിൻ്റെ ഈണം കേൾപ്പിക്കും, വാക്കുകൾ കേൾപ്പിക്കില്ല. ഇങ്ങനെയാണ് തീർന്നത്. അപ്പോൾ പാർലമെൻറ്റിൽ ജനഗണമന ചൊല്ലും. അത് പാർലമെൻറ്റ് തീരുമ്പോഴാണെന്ന് തോന്നുന്നു, എനിക്കതിൻ്റെ സീക്വൻസ് ഓർമ്മയില്ല. വന്ദേ മാതരം ചൊല്ലുകയില്ല, ഈണം കേൾപ്പിക്കും. ജനഗണമനാണ് നമ്മളുടെ ദേശീയ ഗാനം. വന്ദേ മാതരം ദേശീയ ഗീതം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സാധനമില്ല. ദേശീയ ഗീതം എന്ന് പറയുന്ന ഗീതമില്ല, ഭരണഘടനയിലില്ല, ഒരാക്റ്റിലുമില്ല, ഒന്നിലുമില്ല. അതേസമയം ജനഗണമന അക്സെപ്റ്റഡ് ആണ്, അതുകൊണ്ട് അതിന് അതിനെ അപമാനിച്ചുകൂടാന്നൊക്കെയുണ്ട്. ദേശീയ ഗീതം എന്നൊക്കെ വെറുതെ പൊങ്ങച്ചത്തിന് വേണ്ടി ഞാനും എന്നെ പോലെയുള്ള സംഘപരിവാറുകാരും നഷ്ടപ്പെട്ടു. പിന്നെ വീണടം വിദ്യ എന്നുള്ള മട്ടിൽ അത് ദേശീയ ഗീതമാണെന്ന് ഒരു ഗീതവുമില്ല. ഇതാണ് ഈ യാഥാർത്ഥ്യം. അത് സംഘപരിവാറുകാരനായി എനിക്ക് തന്നെ അത് തുറന്ന് തെറ്റൊന്നുമില്ല. വീണടം വിദ്യ എന്നുള്ള നിലയ്ക്ക് ദേശീയ ഗീതം എന്നൊക്കെ പറയുന്നു. വാസ്തവത്തിൽ വന്ദേ മാതരം പിന്തള്ളപ്പെട്ടു. ഈ വന്ദേ മാതരത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നരേന്ദ്രമോദിയുടെ. ഈ നരേന്ദ്രമോദി ഭരണപരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എഫിഷ്യൻ്റായിട്ടാവുന്നത്. അതിന് പോരായ്മകൾ ഇഷ്ടം പോലെയുണ്ട്. ബട്ട് ഹീ ഈസ് സിൻസിയർ ഇൻ ദാറ്റ്. സൈമിൾട്ടേനിയസ്ലി കൾച്ചറൽ ആൻഡ് സിവിലൈസേഷനിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം ഒരു മതത്തിൻ്റെ ആവശ്യമായിരുന്നില്ല, അതൊരു സിവിലൈസേഷൻ്റെ ആവശ്യമായിരുന്നു. എന്നുവെച്ചാൽ മറ്റേതോ നാട്ടിൽ നിന്ന് വന്ന മുഗൾ വംശം, ഖിൽജി, അടിമ വംശം, ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് വാസ്തവത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ ഒന്നും അവർക്ക് അറിഞ്ഞു പോലും കൂടാ. ഇവിടുത്തെ മുസ്ലിങ്ങളെയും അവർ 2ാം കിട പൗരന്മാരായിട്ട് കാണും. ഇവിടുത്തെ മുസ്ലിങ്ങളാണ് അവൻ ദൈവമാണെന്ന് വിചാരിക്കുന്നത്. അവനിവരെ യാതൊരു വിലയുമില്ല. അങ്ങനെ വന്ന ആളുകൾ നശിപ്പിച്ച് കളഞ്ഞ സാംസ്കാരിക മാനവിദ്വകൾ ചിഹ്നങ്ങൾ ധാരാളം. ഈ തീർത്ഥാടനം എന്ന് പറയുന്നത്, ഇപ്പോൾ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദു ദൈവം മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചിഹ്നം. എന്താണെന്ന് ചോദിച്ചാൽ അത് അയ്യപ്പൻ.
അതുകൊണ്ട് ആണ് അതിന് ബിയോണ്ട് റിലിജിയൻ ഒരു റീച്ച് ആക്സസ് കിട്ടുന്നത്. ഉള്ളത്. വാസ്തവത്തിൽ അയ്യപ്പനേക്കാൾ സമ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനാണ് വലുത്. അതെ അതെ, ശരിയാണ് ശരിയാണ്. 365 ദിവസം തുറന്നു പ്രകാശാൻ അയ്യപ്പനേക്കാൾ വലിയ ആശ്രിത വത്സലനാണ്. ഒരു വ്രതവും ഒന്നും ഒരു നിഷ്ഠയും ചട്ടവും വേണ്ട, ചുമ്മാ കയറി ചെന്ന് തൊഴാം. ഇത്ര വളരെ ലിബറലാണ് പുള്ളി. അതെ അതെ. അതുകൊണ്ട് ഭയങ്കര പോപ്പുലറുമാണ് ഗുരുവായൂരപ്പൻ. ബട്ട് ഈ അയ്യപ്പൻ്റെ ഒരു റീച്ച് വേറൊരു തലം ഇതൊക്കെയാണ്. ഇപ്പോൾ റിലിജിയൻ മാത്രമല്ല, ബിയോണ്ട് ദാറ്റ് ഒരു ജനതയുടെ കൾച്ചറൽ സിമ്പൽ കൂടെയാണ് ഇതൊക്കെ. അതിൽ റിലിജിയൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. തൊഴേണ്ടവർക്ക് തൊഴാം, തൊഴാൻ പാടില്ലാത്തവർക്ക് തൊഴണ്ടാന്ന് തീരുമാനിച്ചു. അത്തരത്തിൽ വന്ദേ മാതരത്തിനും റിലീജിയൻ ഉണ്ടോ ശരിക്കും? വന്ദേ മാതരത്തിന് റിലിജിയൻ വരാൻ കാര്യം അതിനകത്ത് ദുർഗയായിട്ട് സങ്കല്പിക്കുന്നു ഭാരതഭൂമി. ത്വം ദുർഗ ദശപ്രഹരണധാരിണിയും കമലാ കമലദള വിഹാരിണിയും എന്നൊക്കെ പറഞ്ഞിട്ട് ദുർഗയായിട്ടാണ് സങ്കല്പിക്കുന്നത്, ദേവിയായിട്ട്. ഇതിൻ്റെ നമ്മളുടെ ഒരു ഭാരതാംബ ചിത്രം ഒരു വിവാദം ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിൻ്റെ ഉള്ളിൽ വന്ദേ മാതരമാണ്. വന്ദേ മാതരം എന്നുള്ള ഗാനത്തിലാണ് ഈ ദേവി സിംഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ദുർഗയായിട്ട് ഭാരതാംബയെ ചിത്രീകരിച്ചിരിക്കുന്നത് വന്ദേ മാതരം. ഈ 1875 എന്താ ബേസ്? 1875 എനിക്കും അറിയില്ല, അത് റെഫർ ചെയ്യും. അപ്പം പെട്ടെന്ന് ചോദിച്ചു 150-ാം വാർഷികം. ഞാനത് ഞാൻ വിചാരിച്ച ആനന്ദമഠം നോവലിന്റെ ഭാഗമായിട്ടാണോ ഈ പാട്ട് വന്നത്? ആയിരിക്കാം, അതെ അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1882 ഇപ്പൊ ഓക്കെ, നമുക്ക് വർഷം വിട്ടേക്കാം. എന്തായാലും ഒരു ബേസ് ഉണ്ടാവുമല്ലോ, ഇന്ത്യൻ പാർലമെന്റ് അങ്ങനെ ഒരു രേഖയിൽ. എനിക്കറിയാം, അല്ല ബേസ് ഇല്ലാതെ അവരത് ചെയ്യില്ലല്ലോ, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് ഈ സിവിലൈസേഷണൽ അപ്രൈസിങ് ഭാരതത്തിൻ്റെ, അതുകൊണ്ടാണ് അതിൻ്റെ തുടക്കമായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ മെക്കാളെ നമ്മളുടെ മനസ്സിൽ വരുത്തിയ മാറ്റങ്ങൾ ഒക്കെ പറഞ്ഞത്. വസ്തുതാപരമായിട്ട് അതത്ര ശരിയൊന്നുമല്ല കേട്ടോ. മെക്കാളെ സാറ് നോക്ക്, മെക്കാളെ ആകെ ചെയ്തത് എന്താ? 5ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് ഒരു ഭാഷയായിട്ട് പഠിപ്പിക്കണം. ഇതാണ് മെക്കാളെ ഇൻസിസ്റ്റ് ചെയ്ത കാര്യം. മെക്കാളെ ലോ മെമ്പറായിട്ടാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നത്. 4-5 വർഷം മാത്രമേ ഇന്ത്യയിലുണ്ടായിരുന്നുള്ളൂ. അസാമാന്യ ബുദ്ധിജീവിയും ഒറേറ്ററുമായിരുന്നു. അങ്ങേർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ല. നിയമം ഡ്രാഫ്റ്റ് ചെയ്യാൻ നമ്മുടെ കോൺട്രാക്ട് ലോ, എവിഡൻസ് ആക്ട്, ഇതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തത് മെക്കാളെയാണ്. ഇന്നും മെക്കാളെ ഡ്രാഫ്റ്റ് ചെയ്ത നിയമപുസ്തകങ്ങളാണ് നമ്മുടെ ഉള്ളത്. ഈ മനുഷ്യൻ വിദ്യാഭ്യാസത്തിലൊന്ന് ഇടപെട്ടിട്ട് അനാവശ്യമെന്ന് വെച്ചാൽ പുള്ളി സിൻസിയർലി വിചാരിച്ചത് ഭാരതീയർക്ക് വിവരമില്ല വിദ്യാഭ്യാസത്തിൽ, പഠിച്ചോട്ടെ, ഞാൻ വേണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ, ബ്രിട്ടീഷുകാർ വേണം ചെയ്യാൻ. അതുകൊണ്ട് വിദ്യാഭ്യാസ കമ്മിറ്റി അത് അന്ന് സംസ്കൃതം വേണോ ഉറുദു വേണോ എന്നൊക്കെ പറഞ്ഞാണ് തർക്കം. പുള്ളി പറഞ്ഞു അതൊക്കെ പഠിപ്പിച്ചോളൂ, പക്ഷേ 5ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് ഒരു വിഷയമായിട്ട് പഠിപ്പിക്കുക. ഞാനും സാറും ഒക്കെ ഒരു വിഷയമായിട്ടില്ല ഇംഗ്ലീഷ് പഠിച്ചു. അല്ല, നമ്മളെ ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും അല്ല നമ്മൾ പഠിച്ചത്, സബ്ജക്റ്റ് പ്രത്യേകിച്ച്. അപ്പോൾ അത് ഇംഗ്ലീഷ് ഒരു വിഷയം, അത്രേ ഉള്ളൂ, ഒരു ഭാഷ നമ്മൾ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് മെക്കാളെ ചെയ്ത കുറ്റം. ബാക്കി കുറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് അയാളുടെ തലയിൽ വയ്ക്കുകയാണ്. ശരിയാണത്. മെക്കാളെ സമ്പ്രദായത്തിൽ ഇംഗ്ലണ്ടിൽ തന്നെ, അവിടെയാണല്ലോ മെക്കാളെമാർ നിറഞ്ഞിരിക്കുന്നത്. മെക്കാളെ സമ്പ്രദായത്തിൽ ജയിച്ചു വന്ന ആൾക്കാരുടെ കുറച്ച് പേരുടെ പേര് ഞാൻ പറയാം, സാറൊന്ന് നോക്കൂ. മഹാത്മാഗാന്ധി, ഡോക്ടർ അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, RSS സ്ഥാപകൻ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഡോക്ടറാണ്, RSSൻ്റെ 2ാം സർസംഘചാലകൻ മാധവ് സദാശിവ ഗോൾവൾക്കർ, സർദാർ പട്ടേൽ, മഹർഷി അരവിന്ദൻ, ഇവരൊക്കെ മെക്കാളെ സമ്പ്രദായത്തിൽ പഠിച്ചു വന്നവരാണ്. എന്താ മോശക്കാരാണ്. സോ എനിവേ ദാറ്റ് ഈസ് ഈ മെക്കാളെ എന്നുള്ളത് ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന മനസ്സുകളുടെ ഒരു പേരായിട്ട് മെക്കാളെ ഉപയോഗിക്കപ്പെടുന്നു. വസ്തുതാപരമായിട്ട് നോക്കിയാൽ അതിലത്ര പേഴ്സണലി ഐ ഡോണ്ട് തിങ്ക് മെക്കാളെ ഹാസ് ഡൺ ദിസ് മച്ച് ഡാമേജ്. ഈ മെക്കാളെ പോയിട്ട് കാലം എത്രയായി? 1834 വന്നു, 38-ലോ 39-ലോ മെക്കാളെ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് 2025-ലാണ്. വാട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമായി, 4-5 തലമുറ കഴിഞ്ഞു.
ഇപ്പോഴും നമ്മൾ മെക്കാളയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ശരിയാണ്, നമ്മുടെ കുറ്റമല്ലേ ഇതൊക്കെ? പക്ഷേ തീർച്ചയായിട്ടും അത് ടി ജി പറഞ്ഞ് ശരിയാണ്. എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ മെക്കാളെ പ്രയോഗം പോലെയാണല്ലോ ഇപ്പോൾ ഈ വന്ദേ മാതരത്തിൻ്റെ ഒരു പുനഃസ്ഥാപനം. അത് മെക്കാളെ പ്രയോഗത്തിൽ വസ്തുതാപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ വന്ദേ മാതരത്തിൽ അങ്ങനെയല്ല. വന്ദേ മാതരം ഒരു സിവിലൈസേഷണൽ അസർട്ടീവ്നെസ് ആണ്. ഭാരതം പുനർജനിക്കുന്ന ഒരു ഇത്തരം മാനബിന്ദുക്കളിലൂടെയാണ് ഒരു രാഷ്ട്രം ഉയർത്തിനിൽക്കുന്നത്. സാറേ, എല്ലാ രാജ്യങ്ങളിലെയും ചരിത്രം നോക്കിക്കോളൂ. തനത് ജനത അവരുടെ കയ്യിൽ ഭരണം വരുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് സിവിലൈസേഷണൽ ആണ്. അതിലൂടെ ആത്മാഭിമാനം ഉണ്ടാകുമ്പോൾ കൃഷി, കച്ചവടം, വ്യവസായം എല്ലാ സാധനവും അഭിവൃദ്ധിപ്പെടും. ഒരു മനുഷ്യന് ആത്മാഭിമാനം ഉണ്ടാവണം, തൻ്റെ ഇടം ഉണ്ടാവണം. വന്ദേ മാതരത്തെ ഇപ്പോൾ പാർലമെന്റ് ചർച്ചയിൽ എന്തായിരിക്കും നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ എടുക്കുന്ന സ്റ്റാൻഡ്? എന്താണാവും അവർ? ക്ലിയർ ഡിവൈഡ് ആയിരിക്കും. അവർ പറയും, നിങ്ങൾ വന്ദേ മാതരം ഇഷ്യൂ ഏറ്റെടുക്കുന്നത് വന്ദേ മാതരത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, ന്യൂനപക്ഷ വിരോധം കൊണ്ടാണ്. BJPയും പറയാൻ പോകുന്ന മിക്കവാറും അതായിരിക്കും. നിങ്ങൾക്ക് വന്ദേ മാതരത്തോടല്ല ദേഷ്യം, നിങ്ങളുടെ വോട്ട് ബാങ്കിനോടുള്ള സ്നേഹമാണ്. അതിന് ഉപോത്ബലകമായിട്ട് ഈ ആനന്ദമഠത്തിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അതിലൊരു റൈറ്റും ഹിന്ദു മുസ്ലിം ഇഷ്യൂ ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി വന്നതാണ്. ഇപ്പോൾ ദേവീ സങ്കല്പം ഉണ്ടാവാം തീർച്ചയായിട്ടും. അപ്പോൾ മൗലാനമാർ അതായിരിക്കാൻ പറഞ്ഞത്. പക്ഷേ ഈ അതുകൂടി ഒരു കാരണമാണോ? അതൊരിക്കലും ഒരു കാരണമായിരുന്നു. ഈ വന്ദേ മാതരത്തിലെ വന്ദേ മാതരം എന്നുള്ള വരിയാണ് ഇവരെ ബുദ്ധിമുട്ടുന്നത്. അത് ഇസ്ലാമിൻ്റെ ടെനൻസിന് വിരുദ്ധമാണ് എന്ന് അവർ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ ഈ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമുണ്ടല്ലോ, അമർ ഷോനാർ ബംഗ്ല, അതെഴുതിയതിൻ്റെ രവീന്ദ്രനാഥ് ടാഗോറാണ്. അതിൽ ബംഗ്ലാദേശിനെയും അമ്മയായിട്ടാണ് കാണുന്നത്. ബംഗ്ലാദേശിന് വേണ്ടിയിട്ടല്ല ടാഗോർ അത് എഴുതിയത്. അല്ല, ബംഗ്ലാദേശിൽ പിന്നീട് ഉണ്ടായതാണ്. ടാഗോർ മരിച്ചിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ബംഗ്ലാദേശ്. അപ്പം ടാഗോറിൻ്റെ കവിതയാണ് അവരെടുത്തത്. ടാഗോറിൻ്റെ കവിതയ്ക്ക് എപ്പോഴും രവീന്ദ്ര സംഗീതം എന്ന് പറഞ്ഞിട്ട് അതിന് സംഗീതം കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതുപോലെ എടുത്താൽ മതി. അതിലും കൺസെപ്റ്റ് തന്നെയാണ്. അതിലും കൺസെപ്റ്റ് അമ്മയായിട്ടാണ്. ശ്രീലങ്ക, അവരുടെ ഏറ്റവും മനോഹരമായി ഞാൻ കേട്ടിട്ടുള്ള ദേശീയ ഗാനം ശ്രീലങ്കയുടെയാണ്. അതിലവർ പറയുന്നത് നമോ 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 മാതാ, മാതാവ് എന്നാണ് വിളിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ അവരുടെ പാട്ടിൽ അമ്മയെന്നാണ് വിളിക്കുന്നത്. ശരി. ഇറ്റലി അമ്മയെന്നാണ് വിളിക്കുന്നത്. പലരും അച്ഛനെന്ന് വിളിക്കുന്നവരുണ്ട്. ഫാദർലാൻഡ്. റഷ്യ ഫാദർലാൻഡ് ആണ് അവർ. ഇവരുടെ എല്ലാം ദേശീയ ഗാനം സാർ നോക്കിക്കോ, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ. ഇതുണ്ട്, കൂടുതൽ പേര് അമ്മയാണ്. അപ്പോൾ അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു വിഷമം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? അതും ഇസ്ലാമിൻ്റെ ഒരു ശരിയായ കൺസെപ്റ്റ് അല്ല എന്ന് തോന്നുന്നു. അല്ല, പല നല്ല നല്ല ആത്മീയ നേതാക്കന്മാർ പലരും പറഞ്ഞത്. വാസ്തവത്തിൽ ഈ അലി സഹോദരന്മാരുടെ ഇത്തരം പിടിവാശിയിൽ നിന്നാണ് ജിന്ന ജനിച്ചത്. ആണല്ലേ? ജിന്ന അന്ന് ഗാന്ധിയോട് പറഞ്ഞു ഇവർക്ക് കീഴടങ്ങരുത്, ഇവരോട് പോകാൻ. ജിന്ന വാസ് സെക്യുലർ അറ്റ് ദാറ്റ് ടൈം. അത് കഴിഞ്ഞ് ഇത് സഹിക്കാൻ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ജിന്ന ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് ബാരിസ്റ്റർ പരീക്ഷ എഴുതി തിരിച്ചു വന്നു. ജിന്ന പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഗാന്ധിജി അലി സഹോദരന്മാരെ വെച്ച് കളിക്കുകയാണെങ്കിൽ ആ കളി അതിലും ഭംഗിയായിട്ട് ഞാൻ കളിച്ച് കാണിച്ചു തരാം. പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ഈ അലി സഹോദരന്മാരെയൊക്കെ അപ്രസക്തരായിക്കൊണ്ട് ഇസ്ലാമിക് പൊളിറ്റിക്സ് നല്ല ഒന്നാന്തരമായിട്ട് ജിന്ന കളിച്ചു. ജിന്ന വാസ് ഇർറിലിജിയസ് അറ്റ് ദാറ്റ് ടൈം. ജിന്ന വിസ്കി കുടിക്കുമായിരുന്നു. ജിന്ന കോട്ടും ടൈയൊക്കെ ആയിട്ട് ഇത് ചുരുട്ട് വലിക്കുമായിരുന്നു. ഹി ഹാസ് ക്യാൻ റെസ്പെക്ട് ഫോർ റിലിജിയൻ, ബട്ട് റിലിജിയൻ വെച്ച് അങ്ങനെ കളിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ സ്ഥാപിച്ചു കഴിഞ്ഞ് അവരുടെ ജോയിൻറ്റ് പാർലമെൻറ്റിൻ്റെ ആദ്യ അഡ്രസ്സിൽ ജിന്ന പറഞ്ഞു, മതം വെച്ച് നമ്മൾ മതരാഷ്ട്രം നേടിക്കഴിഞ്ഞു, പക്ഷേ ഇനി ഈ രാജ്യം മതേതരം ആയിരിക്കും, ഹിന്ദുക്കളോടും സിഖുകാരോടും ഒന്നും വേർതിരിവ് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിച്ചു. ആ പ്രസംഗമാണ് അഡ്വാനി എടുത്ത് കോട്ട് ചെയ്തത്. അതിൻ്റെ പേരിലാണ് അഡ്വാനി ഇവിടെ കുരുതി കൊടുക്കപ്പെട്ടത്. ആ പ്രസംഗം എൻ്റെ ഉണ്ട്, പ്രസിദ്ധമായ പ്രസംഗങ്ങളുടെ ഒരു ചേർത്ത പുസ്തകം ഉണ്ടല്ലേ, അതിൽ ജിന്നയുടെ ഈ പ്രസംഗം ഉണ്ട്, കോട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ പാർലമെന്റിൽ ജസ്വന്ത് സിംഗ് ഒരു ജിന്നയെ കുറിച്ചൊരു പുസ്തകം എഴുതിയത് ഗംഭീരമായ പുസ്തകം. എന്തായാലും 150 കൊല്ലം മുമ്പ് ഒരു മൗലാന ധരിച്ചത്, അതുണ്ടാക്കിയ ഡിവൈഡ് 150 കൊല്ലത്തിന് ശേഷവും
150 അല്ല, 1923 എന്ന് പറയുമ്പോൾ ആ 100+. അത്രയാവുള്ളൂ, 100 110 ആവും. എന്തായാലും 23 ശരിക്കും പറഞ്ഞാൽ 100 102 കൊല്ലം. 102. അപ്പോൾ 100 കൊല്ലം മുമ്പ് ഒരു മൗലാന കാണിച്ച അബദ്ധം ഇപ്പോഴും ഇന്ത്യൻ മണ്ണിൽ തുടരുകയോ അത് ഉണ്ടാക്കുന്ന ആഘാതം വലിയ തോതിൽ ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു എന്ന ഒരു ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ്, സങ്കീർണമായൊരു വേദനയിലേക്കാണ് അല്ലേ ഈ ഇഷ്യൂ പാർലമെന്റ് ഇപ്പോൾ ഇന്ന് ഉയർത്തുന്ന സംവാദം. ടി ജി പറഞ്ഞ പോലെ മതപരമായിട്ടോ സാംസ്കാരികമായിട്ടോ ദേശീയമായിട്ടോ ഒരു രാഷ്ട്രത്തെ അമ്മയായി കണ്ട് വണങ്ങുന്നതിൽ ഒരു അപായവും ഇല്ല എന്നിരിക്കെ ഇപ്പോഴും ഈ ഒരു വന്ദേ മാതര വിരോധം നിലനിർത്തുന്നതിൻ്റെ പിന്നിൽ ഈ ഡിവൈഡ് നിലനിർത്തണമെന്ന് തന്നെയാണോ ആഗ്രഹിക്കുന്നത് ഇന്ത്യ? ഡിവൈഡ് നിലനിർത്തുക മാത്രമല്ല, ഒരു മുസ്ലിം രാഷ്ട്രം ആഗ്രഹിക്കുന്നു. അത് പ്ലെയിനാണ്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ആഗ്രഹം എന്താ? ബാക്കി അവർ ഒരുപാട് കൂട്ടുകെട്ട്, പ്രസംഗം, ലേഖനമൊക്കെ ആത്യന്തികമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ആഗ്രഹം എന്താ? ഒരു ഇസ്ലാമിക രാഷ്ട്രം, ഈ പറഞ്ഞ ഖിലാഫത്ത്, പറ്റുമെങ്കിൽ തുർക്കിയിലെ ഒരു ഖലീഫ, അയാളുടെ കീഴിൽ മൊത്തം ഭൂലോകം ഇസ്ലാമായിട്ട് മാറുക. ഇതാണ് ആഗ്രഹം. അത് പല രീതിയിൽ അവിടെ ഇവിടെയൊക്കെ പൊട്ടി വരുമോ? അത് ഈ ഒരു ഫ്രിഞ്ച് രീതിയിൽ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അതൊന്നുമല്ല. ബട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ, ഇവരുടെയൊക്കെ എഴുത്തുകളിൽ, പ്രസംഗങ്ങളിൽ ഇതുവരെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭ്രാന്ത് കയറിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം. ഇത് സ്ഥിരം സംഭവിക്കാറുണ്ട്. ഏതെങ്കിലും ലോക്കൽ പൊതുയോഗത്തിൽ ആരെങ്കിലും പ്രസംഗിച്ചു, അതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ, അവർ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, മറ്റേ ഖർദാവി, യൂസുഫുൽ ഖർദാവിയുടെ ഫത്വകൾ 2 വോളിയം മലയാളത്തിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിധിവിലക്കുകൾ എൻ്റെ കയ്യിൽ 2 വോളിയം. കാരണം ഈ ഖർദാവിക്ക് കേരളത്തിൽ എന്ത് പ്രസക്തി എന്നെനിക്ക് മനസ്സിലായില്ല. ബട്ട് ഈ ഖർദാവി എന്ന് പറയുന്ന അപകടം പിടിച്ച ആൾ, അദ്ദേഹം ഖത്തറിലായിരുന്നു, മരിച്ചു. അപ്പോൾ ആ മനുഷ്യൻ്റെ ഫത്വകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഇവിടെ ഇറക്കി അത് ചിലവാകുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഐഡിയോളജി ഉണ്ട്, കൃത്യമായിട്ടും അതിൻ്റെ പിന്നിൽ സന്ദേശമുണ്ട്. തീർച്ചയായിട്ടും ഈ വന്ദേ മാതര വിരോധം, ടി ജി പറഞ്ഞു വരുന്നത് വന്ദേ മാതര വിരോധം യഥാർത്ഥത്തിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലാത്ത ഒരു ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം തന്നെയാണ് അതിൻ്റെ പിന്നിൽ വർത്തിക്കുന്നത് എന്നാണ് ടി ജി നിരീക്ഷിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ നമ്മുടെ പാർലമെന്റ് ഇന്ന് അനുഷ്ഠിക്കുന്നത് ദേശീയമായൊരു പ്രതിരോധ കർമ്മം കൂടിയാണ്, അല്ലേ? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.